സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാത്തത്, എന്താണ് നിങ്ങളത് കണ്ടില്ല എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വരാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ വരാൻ തീരുമാനിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപക് എന്ന് പറയുന്ന ആ ഒരു കോഴിക്കോടുകാരൻ്റെ മരണമല്ല, കൊലപാതകം. നമ്മൾ ആ വാർത്തകൾ ഇപ്പോൾ കേരളം ഒന്നാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള എല്ലാ ആളുകളും അതിനെപ്പറ്റി കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാധ്യമ വിചാരണ ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. എന്താണ് മാധ്യമ വിചാരണ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണോ ദിലീപ് കേസിൽ നടന്നിട്ടുള്ളത് അതേ സംഭവം തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട്, ഇര എന്ന് പറഞ്ഞുകൊണ്ട് ആ തന്തയ്ക്ക് പിറക്കാത്തവൾക്ക് ഒരു പേര് കൊടുത്തിട്ട് മാധ്യമങ്ങൾ പറയുന്നത്, ഈ പറയുന്ന ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ദീപക് എന്ന് പറയുന്ന 42 വയസ്സുകാരൻ ആ പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിച്ച ആ പെൺകുട്ടിയെ ലൈംഗിക ചേഷ്ടയ്ക്ക് ഉപയോഗിക്കുകയായിരുന്നു എന്നും, അയാളുടെ ഉള്ളിലുള്ള ലൈംഗിക വൈകൃതം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി അയാൾ ഈ പറയുന്ന ലൈംഗിക ചേഷ്ട കാണിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ഫെമിനിസ്റ്റുകളും ഒരു കൂട്ടം തന്തയ്ക്ക് മുൻപുണ്ടായ ആളുകളും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര്, എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും ആരാണ് തന്ത എന്ന് പോലും അറിയാത്ത ഒരു സ്ത്രീയുണ്ട്. ശ്രീലക്ഷ്മി അറക്കൽ എന്നാണ് അവളുടെ പേര്. മമ്മൂട്ടിയുടെ കളങ്കാവലി സിനിമ ഇറങ്ങിയപ്പോൾ മമ്മൂട്ടിയാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കാണിക്കാനായിട്ട് ഒരു അച്ഛനില്ലാത്ത, അല്ലെങ്കിൽ ഒരു ആധാർ കാർഡിലോ അല്ലെങ്കിൽ അവരുടെ റേഷൻ കാർഡിലോ പോലും പിതാവ് ആരാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ത്രീയാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്നത്. വൃത്തികെട്ട സാധനം. ഇതിൽ കുറച്ച് ബോഡി ഷേമിങ്ങും എല്ലാം കാണും, എന്നാലും അത് സഹിച്ചേ പറ്റുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയ്ക്ക് സഹി കെട്ടതുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു ചെറുപ്പക്കാരന്റെ മരണം, അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരനെ കൊന്നത് ഈ പറയുന്ന തന്തയ്ക്ക് മുൻപുണ്ടായ, പലതന്തയ്ക്ക് പറഞ്ഞ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. പെണ്ണെന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സാധനമാണ്. ഈ സംഭവത്തിന് ശേഷവും ആ ഒരു നായിന്റെ മോളെ പറ്റി നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിലാണ് ഈ ശ്രീലക്ഷ്മി അറക്കൽ വരുന്നത്. ശ്രീലക്ഷ്മിയുടെ പോസ്റ്റില് ഇത് വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. സ്വന്തം തന്ത എത്താലും അല്ലെങ്കിൽ സ്വന്തം തന്ത ആരുടെയെങ്കിലും വീട്ടിൽ പോയാലും അവർക്കൊരു പ്രശ്നമില്ലാത്തവളാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ഞാൻ ഒരു പോസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് നോക്കണം. ലൈംഗിക അതിക്രമങ്ങൾക്ക് അത് നേരിടുന്ന ആളുകൾ ആ സമയത്ത് തെളിവും ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ കിടന്നു കൊടുത്തു, എൻജോയ് ചെയ്തില്ല എന്നൊക്കെയുള്ള കമന്റുകൾ നേരിടേണ്ടി വരും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവ് ഉണ്ടായിട്ട് പോലും അവരെയും പൾസർ സുനിയും ചേർത്ത് എന്ത് മോശം കഥകളാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ഊളകൾ എഴുതി ഉണ്ടാക്കിയത്. ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കരുത്. കാരണം കേസ് എടുത്താൽ നാളെ വേറെ ഒരു പെൺകുട്ടിക്ക് പ്രതികരിക്കാനോ ഇതുപോലെ വീഡിയോ എടുത്ത് തെളിവ് സൂക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആരാണ് പറയുന്നതെന്ന് ഓർക്കണം. തുണിയും അഴിച്ച് നാട്ടുകാരുടെ മുൻപിൽ അല്ലെങ്കിൽ കാശിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന, ആരുടെയും കൂടെ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭൂലോക ആറ്റം ബോംബാണ് പറയുന്നത് ഓർക്കണം. പറയേണ്ട പേരുകൾ പലതും ഉണ്ട്, ഞാനത് പറയുന്നില്ല. എന്നിട്ട് ബാക്കി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അയാൾ തെറ്റ് ചെയ്തില്ല എന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് ആ വീഡിയോ കണ്ട മാത്രമേ തന്നെ മനസ്സിലായി അയാൾ ഒരു വൃത്തികെട്ടവനാണെന്നുള്ളത്. അതൊരു വൃത്തികെട്ട ഭൂലോക നാറിയായിട്ടുള്ള ഒരാൾക്കേ മറ്റൊരാളെ പറ്റി മനസ്സിലാവുള്ളൂ കേട്ടോ. അതായത് താൻ അഴിഞ്ഞാടി നടക്കുന്നതാണെന്ന് സ്വയമേ ഒരു ബോധ്യമുള്ള ഒരാൾക്ക്, തൻ്റെ കണ്ണിൽ കാണുന്നത്, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ഞപ്പിത്തമുള്ള ഒരാൾക്ക് കണ്ണിൽ കാണുന്നത് എല്ലാം മഞ്ഞയായിട്ട് തോന്നും, സ്വാഭാവികമാണ്. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്നത് ഇങ്ങനെ അഴിഞ്ഞാടി ആരുടെയും കൂടെയും ഏത് രീതിയിലും ഏത് രാത്രിയിലും ഏത് പകലും പോകുന്നൊരു സ്ത്രീയാണ്. അപ്പൊ അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവളുമാർക്ക് പറയാൻ പല കഥകളും കാരണങ്ങളും ഒക്കെ കാണും. എന്നാൽ എല്ലാവരെയും ആ കൂട്ടത്തിൽ കാണരുതേ ശ്രീലക്ഷ്മി. നിന്റെ ഈ പറയുന്ന ഭയങ്കര അങ്ങ് ഭംഗി കണ്ടിട്ട് മതിമറന്ന് നടക്കുന്ന ആണുങ്ങളല്ല ഈ കേരളത്തിലുള്ളത്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ പട്ടി പോലും വെള്ളം കുടിക്കില്ല. പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ പറയുന്നത്? എനിക്കിങ്ങനെ പറയുന്നതിനോട് താല്പര്യമില്ല. പക്ഷെ ഇവളുടെ ഈ സംസാര രീതി, ഇവളുടെ പ്രവൃത്തിയും, അത് രണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു പോവാണ്. അതുകൊണ്ട് ക്ഷമിക്കുക. ഇത് കാണുന്ന വീഡിയോ കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരാളെ ബോഡി ഷേമിങ് നടത്തുന്ന ഒരാളല്ല. പക്ഷേ ഇവളുടെ ഈ തോന്നിവാസത്തിന് ഇതിനപ്പുറത്തേക്ക് ഒരു മറുപടി കൊടുക്കാനുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എനിക്കിവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ ഈ രീതിയിൽ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ബാക്കി ഇങ്ങനെയാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ശരീരത്തിൽ സ്പർശിക്കില്ലായിരുന്നു. അവനൊരു വൃത്തികെട്ടവനായതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും അവൻ സ്പർശിക്കില്ലായിരുന്നു. ഇത് കറക്റ്റ് അവളുടെ ബ്രസ്റ്റിൽ തന്നെയാണ് അയാൾ മുതുക് ഇട്ട് സ്പർശിക്കുന്നത്. അയാളുടെ കൈ വരുന്നത് മാത്രമേ ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഭൂലോക ആറ്റം ബോംബ് കണ്ടിട്ടുള്ളൂ. അവൾ കൊണ്ട് തെള്ളിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന അവൾ കണ്ടിട്ടില്ല. അത് കാണത്തില്ലല്ലോ, അത് എക്സ്ട്രാ ഉള്ളതാണല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ അയാൾ സ്പർശനം തുടങ്ങി എന്ന കാര്യം തന്നെ കൃത്യമാണ്. ബസ്സിൽ ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. അത് നിനക്ക് മനസ്സിലാവും. നീ ബസ്സിൽ മാത്രമല്ല പലയിടത്തും അനുഭവിക്കുന്നുണ്ട്. അത് നീ ഇപ്പോഴും ജീവിതത്തിലും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ബസ്സിൽ കയറി പിടിക്കുന്ന ബിരുദന്മാർ ഭയങ്കര അഭിനയമാണ്. അവന്മാർക്ക് കറക്റ്റ് അറിയാം എങ്ങനെയൊന്നും അറിയാത്ത പോലെ നിന്നിട്ട് തട്ടുകയും മുട്ടുകയും ചെയ്യണമെന്ന്. ഇതുപോലത്തെ അനുഭവം വരുമ്പോൾ എല്ലാവരും ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പോലും പറ്റില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. പ്രതികരിക്കുന്ന പെൺകുട്ടികളെ കേസ് കൊടുത്ത് ഒതുക്കാൻ നോക്കുന്നത് ഇനി പെൺകുട്ടികൾ പ്രതികരിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ ഇവന്മാർക്ക് ഇതുപോലെയുള്ള അതിക്രമം ചെയ്യാൻ സാധിക്കൂ.
അതുകൊണ്ട് ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കരുതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് പറയുന്ന ആൾ ആരാണെന്ന് ഓർക്കണം. ഭൂലോക വൃത്തികേടുകൾ ചെയ്ത് എല്ലാ ആണുങ്ങളുടെയും കൂടെ അഴിഞ്ഞാടി നടക്കുന്ന, സ്വന്തം പിതൃത്വം പോലും തെളിയിക്കാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പിതൃത്വം പോലും എടുത്ത് പറയാനില്ലാത്ത ഒരാളാണ് പറയുന്നതെന്ന് ഓർക്കണം. ആരെ കണ്ടാലും അവരെ എല്ലാം അച്ചാന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത് സാരം. അപ്പൊ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെ തോന്നിവാസങ്ങളും തന്തയ്ക്ക് പ്രക്കാഴികയൊക്കെ കാണിച്ചാലും സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സർക്കാരും സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമ സംവിധാന വ്യവസ്ഥയും ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങളെല്ലാവരും എന്നും അതിജീവിതകൾ തന്നെയായിരിക്കും. നീയൊക്കെ എന്തൊക്കെ ചെയ്താലും, നിന്റെയൊക്കെ കയ്യിൽ എന്തൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിലും, നീയൊക്കെ നിരപരാധിയാണെങ്കിലും നിന്നെയൊക്കെ ഞങ്ങൾ കുടുക്കും മക്കളെ, നീയൊക്കെ കാമസൂത്രന്മാരാണ്, അല്ലെങ്കിൽ കാമത്തിനും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് ആളുകളാണെന്ന് പറയുന്ന ഈ ശ്രീലക്ഷ്മി അറക്കലിനെ പോലെയുള്ള ഭൂലോക ആറ്റം ബോംബുകൾ അല്ലെങ്കിൽ ഭൂലോക ഐറ്റങ്ങൾ പറയുന്നത് എങ്ങനെയാണ് മുഖവിലക്കെടുക്കാൻ സാധിക്കുക? വേറെ ഏതെങ്കിലും പെൺകുട്ടിയാണ് ഇത് പറയുന്നതെങ്കിൽ ശ്രീലക്ഷ്മിയെ ഞങ്ങൾ എല്ലാവരും അത് ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കും. ഇതിനെപ്പോലെ അഴിഞ്ഞാടി നടക്കുന്ന പിതൃക്കന്മാരല്ലേ പിതാക്കന്മാരില്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. നീ പറയുന്നതല്ലല്ലോ ഇവിടുത്തെ കോടതി, അല്ലെ നീ പറയുന്നതല്ലല്ലോ ഇവിടുത്തെ നിയമ സംവിധാന വ്യവസ്ഥ. പോലീസുകാർ പിന്നെ എന്താ മൂഞ്ചാനിരിക്കുകയാണോ? പോലീസുകാർ ആ വീട്ടിൽ പോയപ്പോൾ കണ്ടത് ആ അമ്മയുടെയും ആ അച്ഛൻ്റെയും കണ്ണുനീരുണങ്ങാത്ത ആ കണ്ണുകളാണ്. അതല്ലെങ്കിൽ ആ കണ്ണിൽ നിന്ന് പെരുമഴ പോലെ വീണുകൊണ്ടിരിക്കുന്ന കണ്ണുനീർ തുള്ളികളാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ പറയുന്ന നായിന്റെ മോൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നതും. പിന്നെ നിന്റെ ഈ മറ്റേടത്തെ ആ മോളുണ്ടല്ലോ, അവളിപ്പോൾ രാജ്യം വിട്ടു പോയിരിക്കുന്നത്. അവൾ എവിടേക്കാണ് പോയിരിക്കുന്നത്? അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ അവളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള തെളിവുകളും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അവള് രക്ഷപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 48 മണിക്കൂർ, ആ ഒരു യുവാവ് മരിച്ച് 48 മണിക്കൂർ ആയിരിക്കുകയാണ്. ഇതുവരെയും പോലീസിന് അവളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അവൾ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? അവൾ ആരുടെ ഇടയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്? എന്തുകൊണ്ട് അവളെ കണ്ടുപിടിക്കുന്നില്ല? ഇതാണോ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥ? ഇത് തന്നെയല്ലേ പോലീസുകാർ ഈ പറയുന്ന പോലീസും നീതിന്യായ വ്യവസ്ഥയും സ്ത്രീകൾക്ക് കൊടുക്കുന്ന സംരക്ഷണവും നമ്മൾ പലപ്പോഴും പറയാറുള്ളത്? ഈ രീതിയിലുള്ള ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന എന്ത് തോന്നിവാസവും കാണിച്ചു കഴിഞ്ഞാൽ ഒരുത്തിനും പിടിക്കില്ല. ആര് പിടിച്ചാലും സ്ത്രീ സംവരണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു പരിഗണന എന്ന് പറയുന്ന ഒരു സാധനവുമായിട്ട് ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ളൊരു ധാർഷ്ട്യം അല്ല, അങ്ങനെ ഒരു ചിന്താഗതിയല്ലേ നമ്മൾ ഇവിടെ നിർദ്ദേശിച്ച് കാണുന്നത്? ആ ഒരു യുവാവിന്റെ മരണത്തിന് കാരണമായ, അല്ലെങ്കിൽ യുവാവിനെ കൊന്നിട്ട് ഇവൾ എവിടെ പോയാണ് രക്ഷപ്പെട്ട് ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ഇവള് ഒളിവിൽ കഴിയുന്നത്? അത് കണ്ടുപിടിക്കാൻ നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതുവരെയും ഒരു സൈബർ സെല്ലിന്റെയോ അല്ലെങ്കിൽ പോലീസുകാർക്ക് ഒരു രീതിയിലുള്ള സന്നാഹങ്ങളും ഇല്ല ഇത് കണ്ടുപിടിക്കാനായിട്ട്. ഈ സംഭവം ഇത്രയും ഉണ്ടായിട്ടും തെളിവ് സഹിതം കിട്ടിയിട്ടും എല്ലാവർക്കും പേടിയാണ് പ്രതികരിക്കാൻ. എന്തുകൊണ്ടാണ്? അതിജീവിതയുടെ പ്രൈവസി പുറത്തു വിട്ടു, അതിജീവിതയെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും കുറച്ച് ഫെമിനിസ്റ്റുകളും കുറച്ച് ആളുകളും രംഗത്തേക്ക് വരുമെന്നുള്ളൊരു പേടി. ആ പേടി കൊണ്ട് തന്നെയാണ് പല ആളുകളും ഈ സംഭവത്തിൽ പ്രതികരിക്കാതിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇവളുടെ ID സഹിതം നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി എന്തൊക്കെ കേസ് വന്നാലും ഒരു കോപ്പുമില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ആകട്ടെ, ആ ഒരു യുവാവിന്റെ ആ ഒരു വീടിന്റെ എല്ലാമായിരുന്നു, ആ വീടിന്റെ നട്ടെല്ലായിരുന്നു, ആ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്ന ആ അച്ഛന്റെയും അമ്മയുടെയും എല്ലാമായിരുന്നു. ഇനി ആ അച്ഛനും അമ്മയ്ക്കും ഇല്ല അങ്ങനെ ഒരു മകൻ. അവരാകെ ഉണ്ടായിരുന്ന ഒരൊറ്റ സന്തതിയാണ്. അതിനെയാണ് ഈ പറയുന്ന സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് അപരാധിച്ച പരിപാടി കാണിച്ചിട്ട് ഈ നായിന്റെ മോള് കൊന്നു കളഞ്ഞത്. ഇതിന് ഉപയോഗിക്കേണ്ട വാക്കുകൾ, ഒരുപാട് വാക്കുകളുണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അധികം അതിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് തന്തയില്ലാത്തവണെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. എൻ്റെ വാക്കുകൾ, എനിക്ക് അത്രയധികം ദേഷ്യമുണ്ട്. ഇവളുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു സംഭവം അല്ലെങ്കിൽ സന്ദർഭവും നമുക്ക് കിട്ടാറില്ല. എന്തുകൊണ്ടാണ്? അതിജീവിതയുടെ പ്രൈവസി അല്ലേ. അതിജീവിതയ്ക്ക് കിട്ടുന്ന പ്രൈവസി ഇതിനെ ഒരു മുതൽക്കൂട്ടാക്കിക്കൊണ്ട്, അല്ലെ അതിനെ മുതലെടുത്തുകൊണ്ട് ആണുങ്ങളുടെ മെക്കെട്ട് കയറാനായിട്ടുള്ള ഒരു ചെറിയ ചാൻസ് പോലും മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീലക്ഷ്മി അറക്കലിനെ പോലെയുള്ള കുറച്ച് ആളുകളുടെ ഈ സപ്പോർട്ട് ഭയങ്കരം തന്നെ. അത് ആരാണ് സപ്പോർട്ട് കൊടുക്കുന്നത് ഓർക്കണം. ഭൂലോക വെടികളൊക്കെയാണ് ഈ സപ്പോർട്ടുമായിട്ട് വരുന്നതെന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ അമ്മയുടെ ആ ഒരു വിഷമം ആ അമ്മ പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അതൊരു ചിത്ത കുട്ടി, എന്നെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. വേറെയൊന്നും എനിക്ക് പറയാം, എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ മുഖം ഓർമ്മ. കുട്ടി ഇത് ചെയ്താഞ്ഞത് എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതോടെ കണ്ടില്ലേ ആ അമ്മയുടെ കണ്ണുനീര്. ഈ ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഏറ്റവും വിഷമം എന്താണെന്ന് അറിയാമോ? സ്വന്തം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മക്കളുടെ കർമ്മങ്ങൾ മുന്നിൽ നിന്ന് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയാണ് ഏറ്റവും വലിയ ശാപം കിട്ടിയ ഒരു ജന്മം, അല്ലെങ്കിൽ ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ അച്ഛനും അമ്മയും ആ രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അതിലേക്ക് തള്ളിവിട്ട ആ മോളെയും
ആ മോളെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ മക്കളെയും പിടിച്ചകത്തിടണം. ഇവിടെയാണ് മെൻസ് കമ്മീഷൻ അല്ലെ മെൻസ് അസോസിയേഷൻ്റെ ഒരു വലിയ പ്രാധാന്യമുള്ളത്. ആ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയും വേണ്ട രീതിയിൽ തന്നെ മെൻസ് അസോസിയേഷനും മറ്റുള്ള മനുഷ്യാവകാശ സംഘടനകളും എല്ലാം വേണ്ട രീതിയിൽ പ്രതികരിക്കണമെന്ന് ഞാൻ ഈ രംഗത്ത് പറയുകയാണ്. പുരുഷന്മാർക്കും ഇവിടെ ജീവിക്കണം. അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് പല ആളുകളും വലിയ വിപ്ലവം കാണിച്ച ആളുകൾ എന്തുകൊണ്ട് അല്ലെ എന്തേ അവനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടാനോ അല്ലെ ഹാഷ്ടാഗ് ഇടാനോ വരുന്നില്ല. അതാണ് ഈ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥ, അല്ലെങ്കിൽ അതാണ് ഈ നാട്ടിലെ സ്ത്രീകളുടെ ചിന്താഗതി. അവളുമാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവളുമാർ രംഗത്തേക്ക് ഇറങ്ങും. എന്നാൽ പയ്യന്മാർക്ക് പറ്റിയാലോ അവന്മാർക്ക് പറ്റേണ്ടത് തന്നെയായിരുന്നു. അവന്മാരാണ് വൃത്തികെട്ടവന്മാർ, അവന്മാർ കാരണമാണ് ഞങ്ങളെല്ലാം അനുഭവിക്കുന്നുള്ള ചിന്താഗതി. ഇങ്ങനെയുള്ള തീവ്ര ഫെമിനാസികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിന്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും പറ്റിയാലും നീയൊക്കെ ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണം. അതോ അപ്പോഴും ഈ ഡബിൾ ഫാദർ സിൻഡ്രോം എടുത്തുകൊണ്ട് നിങ്ങൾ വരുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ സ്വന്തം വീട്ടിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ വലിയ രീതിയിൽ നിങ്ങൾ മെഴുകുകയും അല്ല അതിനെയൊക്കെ വലിയ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുകയും ആരാൻ്റെ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ നടക്കേണ്ടതാണ്, അവൻ അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നൊരു മാനസികാവസ്ഥ, അത് ലേശമെങ്കിലും ഉളുപ്പ് വേണം. ഒരു നാണവും മാനവും ഇല്ലാത്ത സമൂഹത്തിൽ ഒരു പ്രസക്തിയും ഇല്ലാത്ത അഴിഞ്ഞാടി നടക്കുന്നവന്മാരാണ് ആ ദീപകിനെ കുറ്റം പറയാൻ ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം അതിനൊന്നും നിനക്കൊന്നും ആ ഒരു കാര്യം പറയാനുള്ള അർഹത പോലും ഇല്ല. കാരണം അഴിഞ്ഞാടി നടക്കുന്നവളാണ് നീയൊക്കെ. അങ്ങനെ അഴിഞ്ഞാടി നടന്ന ഒരുത്തി തന്നെയാണ് ആ ദീപകിനെതിരെ ഈ ഒരു വീഡിയോ എടുത്തിട്ടതും അവളിപ്പോൾ റീച്ചായിട്ട് അവൾ എവിടെയോ പൊളിച്ചിരിക്കുന്നതും. എന്തുതന്നെയാണെങ്കിലും അവളെ പിടിച്ചു എന്നുള്ളൊരു വാർത്ത കണ്ടുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ. ആ അമ്മയ്ക്കും ആ കുടുംബത്തിനും ദീപകിനും നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുത്തിയും ഈ പറയുന്ന തന്തയ്ക്ക് കഴിയെ കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് വരാൻ പാടില്ല എന്നൊരു താക്കീതും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.